സംസാരിക്കുന്നത് ഷാഫി കളത്തിങ്ങലാണ്. കൗൺസിലിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള അപ്രോച്ചസ് ഇൻ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ പ്രധാനമായും 3 തരത്തിലാണ് കൗൺസിലിങ്ങിൻ്റെ അപ്രോച്ചുകളെ കുറിച്ച് പറയുന്നത്. ഒന്നാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റീവ് അപ്രോച്ച്, രണ്ടാമത്തേത് നോൺ ഡയറക്റ്റീവ് അപ്രോച്ച്, മൂന്നാമത്തേത് വരുന്നത് എക്ലക്റ്റിക് അപ്രോച്ച് എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ അപ്രോച്ച് നമ്മൾ സംസാരിച്ചിരുന്നു, കൗൺസിലർക്കാണ് കൂടുതൽ പങ്കുള്ളത്. രണ്ടാമത്തെ അപ്രോച്ച് നമ്മൾ സംസാരിച്ചു, ക്ലയൻറ്റിനാണ് കൂടുതൽ പങ്ക് വഹിക്കുന്നത്. മൂന്നാമത്തെ അപ്രോച്ച് എക്ലക്റ്റിക് ആണ്, കൗൺസിലർക്കും ക്ലയൻറ്റിനും ഒരേപോലെ പങ്ക് വഹിക്കുന്ന ഏരിയക്കാണ് നമ്മൾ എന്ത് പറയുക, എക്ലക്റ്റിക് എന്ന് പറയുക. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ഒന്നാമത്തെ പോയിൻ്റ് വൈസ് നമുക്കത് പോകാം. എക്ലക്റ്റിക് അപ്രോച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എക്ലക്റ്റിക് അപ്രോച്ച് പറഞ്ഞാൽ കൗൺസിലർക്കും ക്ലയൻറ്റിനും ഒരേപോലെ റോളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ഇൻ വിച്ച് നൈദർ കൗൺസിലർ സെൻറ്റേഡ് നോർ കൗൺസിലി സെൻറ്റേഡ്. അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞത് ഡയറക്റ്റീവ് അപ്രോച്ച് കൗൺസിലർക്കാണ് ഈ പ്രാധാന്യം, നോൺ ഡയറക്റ്റീവ് ക്ലയൻറ്റിനാണ് പ്രാധാന്യം. ഇവിടെ എക്ലക്റ്റിക് ആണ്. അപ്പോൾ രണ്ടുപേർക്ക് തുല്യ പ്രാധാന്യമാണ്. അതാണ് പറഞ്ഞത് ഒന്നാമത്തെ വരി, നൈദർ കൗൺസിലർ സെൻറ്റേഡ് നോർ കൗൺസിലർ സെൻറ്റേഡ്. കൗൺസിൽ സെൻറ്റേഡും അല്ല, കൗൺസിൽ സെൻറ്റേഡും അല്ല. അപ്പോൾ ഏതാണ് കൗൺസിലർ സെൻറ്റേഡ്? അത് ഡയറക്റ്റീവാണ്. ഏതാണ് പിന്നെ കൗൺസിലി സെൻറ്റേഡ്? അത് നോൺ ഡയറക്റ്റീവാണ്. ഇത് രണ്ടിലും പെടില്ല എന്നർത്ഥം. ഓക്കെ, ഇനി കോമ്പിനേഷൻ ഓഫ് ബോത്ത് ആണ്, രണ്ടും കൂടി ചേർന്നൊരു സാധനമാണ് ശരിക്കും നമ്മളിതിൽ എക്ലക്റ്റിക് എന്ന് പറയുന്നത് കേട്ടോ. ഹിയർ ഇവിടെ ദ ബോത്ത് കൗൺസിലർ ആൻഡ് നൈദർ ടു ആക്റ്റീവ് ഇൻ എ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആൻഡ് നോർ ടു പാസീവ് ഇൻ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്. അപ്പോൾ ഒരുപാട് ആക്റ്റീവും അല്ല, ഒരുപാട് പാസീവും അല്ല കേട്ടോ. ഇപ്പോൾ കൗൺസിലർ ഡയറക്റ്റീവ് കൗൺസിലിങ്ങിൻ്റെ അത്ര ആക്റ്റീവും അല്ല, എന്നാൽ നോൺ ഡയറക്റ്റീവിൻ്റെ അത്ര പാസീവും അല്ല. ഇത് രണ്ടിനും ഒരേപോലെ കേട്ടോ. ബട്ട് ഫോളോസ് ദ മിഡിൽ കോഴ്സ്. മിഡിൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനുദ്ദേശിക്കുന്നത് കൗൺസിലറായിട്ടുള്ള റോളുണ്ട്, പക്ഷേ ഓവർ റൂളും ഇല്ല, എന്നാൽ റൂള് കുറവുമില്ല. ഹി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ ഡയറക്റ്റീവ് വൺ ബട്ട് വിത്ത് വെൻ ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ്. ഇപ്പോൾ ഇയാൾക്ക് ഡയറക്റ്റീവ് മോഡിലേക്ക് മാറാം എപ്പോൾ സിറ്റുവേഷൻ ആവശ്യപ്പെടുകയാണെങ്കിൽ. കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കൗൺസിലർക്ക് ഡയറക്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് വരികയാണെങ്കിൽ അയാൾക്ക് അങ്ങനെ മാറാം. ദ കൗൺസിലർ മേ സ്വിച്ച് ഓവർ ദ നോൺ ഡയറക്റ്റീവ് ഓർ വൈസ് വേഴ്സ. അപ്പോൾ നോൺ ഡയറക്റ്റീവ് മോഡിലേക്ക് മാറാം. ചുരുക്കി പറഞ്ഞാൽ ചില സമയത്ത് ഡയറക്റ്റീവ് ആവാം, ചില സമയത്ത് നോൺ ഡയറക്റ്റീവ് ആവാം. FC തോൺ ഈസ് ദി ലീഡിങ് എക്സ്പെർട്ട് ഓഫ് എക്ലക്റ്റിക് കൗൺസിലിംഗ്. ഇദ്ദേഹമാണ് എക്ലക്റ്റിക് കൗൺസിലിംഗ് എന്ന് പറയുന്ന ആശയം നമ്മളിലേക്ക് എത്തിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിലാകത്തും എങ്ങനെ വായിക്കുക? എക്ലക്റ്റിക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലർക്കും ക്ലയൻറ്റിനും തുല്യ പങ്കാണ് ഉള്ളത്. അതിൽ ഡയറക്റ്റീവ് ആയി സംസാരിക്കേണ്ട സമയത്ത് ഡയറക്റ്റീവായിട്ടും നോൺ ഡയറക്റ്റീവായിട്ട് ചെയ്യുന്ന സമയത്ത് നോൺ ഡയറക്റ്റീവായിട്ടും കൗൺസിലർ എന്ത് ചെയ്യും, പെരുമാറും. ഓക്കെ, എളുപ്പമല്ലേ? ഇനി നമുക്ക് അതിൻ്റെ അടുത്ത വരില്ലേ. ഓക്കെ, in this type the need of a person, his personality are studied by the counselor. ഇതിൽ നമ്മുടെ വ്യക്തിയുടെ ആവശ്യങ്ങളും അതേപോലെ അയാളുടെ പേഴ്സണാലിറ്റിയും ആര് പഠിക്കും? കൗൺസിലർ വ്യക്തമായി മനസ്സിലാക്കും. ആഫ്റ്റർ ദിസ് ടെക്നിക് സച്ച് ആസ് റീഅഷ്വറൻസ്, ഗിവിംഗ് ഇൻഫർമേഷൻസ്, കേസ് ഹിസ്റ്ററി, ടെസ്റ്റിംഗ് എക്സെട്ര ആർ യൂസ്ഡ് ആസ് പെർ റിക്വയർമെൻറ്റ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കൗൺസിലർക്ക് ഇതിൽ പറഞ്ഞ കേസ് ഹിസ്റ്ററി എടുക്കലോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം. ഇനിയോ ഹിയർ കൗൺസിലർ അക്സെപ്റ്റ്, കൗൺസിലർ സ്വീകരിക്കുന്നു. ക്ലയൻറ്റ് ക്യാൻ ചൂസ് ഹിസ് ഗോൾസ്. ക്ലയൻറ്റിന് അയാളുടെ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ മോട്ടിവേഷൻ ഓൺ ദ പാർട്ട് ഓഫ് കൗൺസിലർ എസെൻഷ്യൽ. അപ്പോൾ ക്ലയൻറ്റിനെ മോട്ടിവേറ്റ് ചെയ്യാന്നുള്ള റോള് ആർക്കുണ്ട്? കൗൺസിലർക്കുണ്ട്. ദ കൗൺസിലർ മേ സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് ദ കൗൺസിലർ മേ സോൾവ് ദ പ്രോബ്ലം. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ട് എങ്ങനെ എന്താവാം, മോട്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ പ്രശ്ന പരിഹാരം കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ ഒരാൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ കൗൺസിലർ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് എന്തുണ്ടാകും, ഒരു ചേഞ്ച് ഉണ്ടാകും. അതാണ് ഇതിനകത്തു കേട്ടോ. കൗൺസിലർ ടേക്ക് ഇനീഷ്യേറ്റീവ്, കൗൺസിലർ താല്പര്യം എടുക്കുകയാണ്. ഇൻഫർമേഷൻസ് ആൻഡ് സജഷൻസ് കൊടുക്കുകയാണ് വെൻ എവർ ഹി ഫീൽസ് ദാറ്റ് ദീസ് ആർ നെസസറി ഫോർ ദി ക്ലയൻസ് ടേക്ക് ഡിസിഷൻസ്. അപ്പോൾ
ക്ലയൻറ്റിന് തീരുമാനമെടുക്കാൻ അയാളെ സഹായിക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് കൗൺസിലർ ചില ഇനീഷ്യേഷൻ എടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ മുൻകൈ എടുത്ത് മുന്നോട്ട് വരേണ്ടി വരും. ചില ഇൻഫർമേഷൻസൊക്കെ കൊടുത്ത് ചില സജഷൻസൊക്കെ കൊടുത്തിട്ട് മുന്നോട്ട് വരേണ്ടി വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലർക്ക് ക്ലയൻറ്റിനെ മോട്ടിവേറ്റ് ചെയ്ത് തീരുമാനങ്ങളൊക്കെ എടുപ്പിക്കാനുള്ള കപ്പാസിറ്റി കൊണ്ടുവരാമെന്നുള്ള ചുമതല കൂടി ഏതിലുണ്ട്? ഇതിൽ ഒന്നും കൂടിയും പറയുന്നുണ്ട്. ഇനി എന്താണ് എക്ലക്റ്റിക് കൗൺസിലിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവം എന്താണ്? അപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. ഇത് അമാൽഗം ഓഫ് ഡയറക്റ്റീവ് ആൻഡ് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്. ഡയറക്റ്റീവ് കൗൺസിലിങ്ങിൻ്റെയും നോൺ ഡയറക്റ്റീവ് കൗൺസിലിങ്ങിൻ്റെയും മിശ്രിതമാണ് ഇത് ഈ പറയുന്ന എക്ലക്റ്റിക് കൗൺസിലിംഗ്. ഇതിലെന്തുണ്ട്? ഇറ്റ് ഇൻക്ലൂഡ് ദ യൂസ്ഫുൾ എലമെൻറ്റ്സ് ഓഫ് ബോത്ത് ദ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആൻഡ് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് മെത്തേഡ്. ഡയറക്റ്റീവ് കൗൺസിലിങ്ങിൻ്റെയും നോൺ ഡയറക്റ്റീവ് കൗൺസിലിങ്ങിൻ്റെയും മെത്തേഡുകൾ അത് വരുന്നുണ്ട്. ഓക്കെ, ഇനിയോ ഇൻ ദിസ് ദോസ് കോർഡിനേറ്റഡ് മെത്തേഡ് ആർ യൂസ്ഡ് വിച്ച് ആർ അപ്രോപ്രിയേറ്റ് ബോത്ത് കൗൺസിലർ ആൻഡ് കൗൺസിലി. ഇപ്പോൾ കൗൺസിലർക്കും കൗൺസിലിക്കും അനുയോജ്യമായ മെത്തേഡുകൾ ഇതിൽ കോർത്തിണക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ, മെത്തേഡ്സ് ഓഫ് കൗൺസിലിംഗ് മേ ചേഞ്ച് ഫ്രം ക്ലയൻറ്റ് ടു ക്ലയൻറ്റ് ഈവൻ ദി സെയിം ക്ലയൻറ്റ് ഫ്രം ടൈം ടു ടൈം. അപ്പോൾ ഓരോ സമയത്ത് ക്ലയൻറ്റ് വരുമ്പോഴും ഓരോ മെത്തേഡാണ് കൗൺസിലർ യൂസ് ചെയ്യേണ്ടത്. അല്ല എല്ലാ ക്ലയൻറ്റിനും ഒരേ മെത്തേഡ് എടുത്ത് ഉപയോഗിക്കലല്ല. ദ നെക്സ്റ്റ്, ഫ്ലെക്സിബിലിറ്റി ഓഫ് ടെക്നിക് ഈസ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് എക്ലക്റ്റിക് കൗൺസിൽ. ഇപ്പോൾ ഈ എക്ലക്റ്റിക് കൗൺസിൽ പ്രത്യേകം എന്താ? ടെക്നിക്കാണ്, ഫ്ലെക്സിബിലിറ്റി ഓഫ് ടെക്നിക്ക്. അപ്പോൾ ചിലപ്പോൾ ഡയറക്റ്റ് അപ്രോച്ച് എടുക്കാം, ചിലപ്പോൾ നോൺ ഡയറക്റ്റ് അപ്രോച്ച് എടുക്കാം. ഇത് രണ്ടുമാണ് ഇതിൻ്റെ പ്രത്യേകത, എക്ലക്റ്റിക് കൗൺസിലിങ്ങിൻ്റെ പ്രത്യേകത. ഇൻ ദിസ് ബോത്ത് ദ ക്ലയൻറ്റ് ആൻഡ് കൗൺസിലർ ആർ ആക്റ്റീവ് ആൻഡ് കോപ്പറേറ്റീവ്. അടുത്ത പോയിന്റ്, കൗൺസിലർക്കും ക്ലയൻറ്റിനും വളരെയധികം ആക്റ്റീവാണ്, വളരെയധികം കോപ്പറേറ്റീവാണ്. ഇത് നിങ്ങൾ നോക്കിയേ, തീർന്നില്ല. നെക്സ്റ്റ്, ഫ്രീഡം ഓഫ് ചോയ്സ് ആൻഡ് എക്സ്പ്രഷൻ. എന്തുണ്ട്? ഫ്രീഡം ഓഫ് ചോയ്സ് എക്സ്പ്രഷൻ ഉണ്ട് ടു ബോത്ത് കൗൺസിലർ ആൻഡ് കൗൺസിലർ. രണ്ട് പേർക്കും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ, എക്സ്പ്രസ് ചെയ്യാൻ. എക്സ്പീരിയൻസ് ഓഫ് മ്യൂച്വൽ കോൺഫിഡൻസ് ആൻഡ് ഫെയ്ത്ത് ദ റിലേഷൻഷിപ്പ് ആർ ബേസിക്. അപ്പോൾ നമുക്ക് ഒരു പരസ്പരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ് വേണം, ഒരു ഫെയ്ത്ത്, അതൊക്കെ ഇതിലെന്താണ് ആവശ്യമാണ്. ഓക്കെ, ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ് ജോയിൻ്റ്ലി ബൈ ദ കൗൺസിലർ ആൻഡ് കൗൺസിലി. കൗൺസിലറും കൗൺസിലിയും കൂടിയാണ് പ്രശ്നം പരിഹരിക്കുന്നത്. ദ ക്ലയൻറ്റ് ആൻഡ് ദ ഫിലോസഫിക്കൽ ഫ്രെയിം വർക്ക് ആർ അഡ്ജസ്റ്റഡ് ടു സേവ് ദ പർപ്പസ് ഓഫ് ദ റിലേഷൻഷിപ്പ്. ഇപ്പോൾ ക്ലയൻറ്റ് അതേപോലെ നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താവട്ടെ, ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഫ്രെയിം വർക്ക് അഡ്ജസ്റ്റ് ടു സേവ് ദി പർപ്പസ് ഓഫ് ദി റിലേഷൻഷിപ്പ്. അപ്പം അതെന്തിനുള്ളതാണ്? അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ ക്ലയൻറ്റും അയാളുടെ ഒരു ഫിലോസഫിക്കൽ തിങ്കിങ്ങും കാര്യങ്ങളെല്ലാം അതൊക്കെ നമ്മുടെ ചില ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? അഡ്ജസ്റ്റ് ചെയ്ത് മാറുന്ന ഒരു കണ്ടീഷനും കൂടി എക്ലക്റ്റിക് കൗൺസിലിംഗ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇത് നോക്കിയാൽ നിങ്ങൾ നമ്മൾ സ്റ്റെപ്പുകളിലേക്ക് അടക്കാം. എക്ലക്റ്റിക് കൗൺസിലിങ്ങിൻ്റെ സ്റ്റെപ്പ് വളരെ സിമ്പിൾ സ്റ്റെപ്പുകളാണ് കേട്ടോ. പോകാം, സ്റ്റെപ്സിലേക്ക് പോകാം. ഒന്നാം സ്റ്റെപ്പ്, ഡയഗ്നോസിസ് ഓഫ് ദ കോസ്. എന്താണ് കാരണം നമ്മൾ കണ്ടെത്താം. എന്താണ് പ്രോബ്ലം കണ്ടെത്തുക കേട്ടോ. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നം എന്താണെന്ന് കണ്ടെത്തണം, എന്തുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത് കണ്ടെത്തണം. ദ കൗൺസിലർ സ്റ്റഡീസ്, കൗൺസിലർ പഠിക്കുന്നു ദ നീഡ് പേഴ്സണാലിറ്റി ഓഫ് ദി കൗൺസിലി. കൗൺസിലിയുടെ ആവശ്യങ്ങളും അതേപോലെയുള്ള സ്വഭാവങ്ങളും മനസ്സിലാക്കുന്നു. എന്നിട്ടോ ദ കോസ് ബിഹൈൻഡ് ദി ഡിഫിക്കൽട്ടി. കോസ് എന്ന് പറഞ്ഞ കാരണം, കോസ് എന്ന് പറഞ്ഞ കാരണങ്ങൾ, ബിഹൈൻഡ് ഡിഫിക്കൽട്ടി ആ ഒരു ഡിഫിക്കൽട്ടിയുടെ പ്രശ്നത്തിന് പിന്നിലുള്ള കാരണങ്ങൾ. എക്സ്പീരിയൻസ്ഡ് ബൈ ദ ക്ലയൻറ്റ് ആർ ഐഡൻറ്റിഫൈ. ക്ലയൻറ്റിൻ്റെ പ്രോബ്ലംസ് എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടെത്തുന്നു. രണ്ടാമത്തെ ഒരു ഏരിയ നോക്കി നിങ്ങൾ, അനലൈസിസ് ഓഫ് ദി പ്രോബ്ലം. പ്രോബ്ലം കണ്ടെത്തിയാൽ ദി പ്രോബബിൾ കോസ് ആർ എക്സാമിൻഡ്. അത് നല്ലോണം എക്സാമിൻ ചെയ്യണം ഇൻ ഡീറ്റെയിൽ, പാർഷ്യലി ബൈ ദ എക്സാമിനർ ഹിംസെൽഫ് ആൻഡ് പാർഷ്യലി കോപ്പറേഷൻ വിത്ത് ദ ക്ലയൻറ്റ്. പകുതി കൗൺസിലർ നോക്കണം, പകുതി ആര് നോക്കണം? ക്ലയൻറ്റും അതിൽ ശ്രദ്ധ കൊടുക്കണം. ഇനി നിങ്ങൾ അടുത്ത് നോക്കി, പ്രിപ്പറേഷൻ ഓഫ് ടെൻറ്റേറ്റീവ് പ്ലാൻ ഫോർ മോഡിഫയിങ് ഫാക്ടർ. പ്രിപ്പറേഷൻ ഓഫ് ടെൻറ്റേറ്റീവ് പ്ലാൻ ഫോർ മോഡിഫയിങ് ഫാക്ടർ. ഇനിയിപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാക്കണം. എന്തിന്? എന്തൊക്കെ വിഷയങ്ങളാണ് മാറ്റം വരുത്തേണ്ടത്, അതിലൊരു പ്ലാൻ ഉണ്ടാക്കണം. ദ ഇൻസൈറ്റ് ഓഫ് ഡീറ്റെയിൽഡ് അനലൈസിസ്, ദി ലൈറ്റ് ഓഫ് ഡീറ്റെയിൽ അനാലിസിസ്. നമ്മൾ ഇപ്പോൾ നമ്മൾ നേരത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ല, അതിൻ്റെ വെളിച്ചത്തിൽ, ഇൻ ദ ലൈറ്റ് വെളിച്ചത്തിൽ ഓഫ് ഡീറ്റെയിൽഡ് അനലൈസിസ് നമുക്ക്
മേലത്തെ കിട്ടിയ പ്രോബ്ലംസൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തല്ലോ അല്ലേ? ആ പ്രോബ്ലംസും ഐഡൻറ്റിഫൈ ചെയ്തും കാരണങ്ങൾ കണ്ടെത്തിയതും വളരെ വിശദമായിട്ട് വിശകലനം ചെയ്തതിന് ശേഷം പ്രൊവൈഡ് എ പ്ലാൻ, പ്രൊവിഷണൽ പ്ലാൻ, ഒരു താൽക്കാലികമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. എന്തിന്? ഫോർ ദി എലമെൻറ്റ്സ് ടു ബി അൾട്ടേഡ് മാറ്റം വരുത്തുക. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ആവശ്യമായിട്ടുള്ളൊരു പ്ലാനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നു കേട്ടോ. ഫോർ സോൾവിങ് ദി ഡിഫിക്കൽട്ട് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ക്ലയൻറ്റ് ഈസ് ചക്ക്ഡ് ഔട്ട്. അപ്പോൾ എന്തെല്ലാം ചുരുക്കി പറഞ്ഞാൽ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തൊക്കെ മാറ്റങ്ങളാണോ ഇയാളുടെ ജീവിതത്തിൽ വന്നാലാണ് പ്രശ്നം സോൾവ് ചെയ്യുക, ആ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ചെറിയൊരു പ്ലാന് തയ്യാറാക്കുക. നാലാമത്തെ പോയിൻ്റ് സെക്യൂരിങ് കണ്ടീഷൻ ഫോർ കൗൺസിലിംഗ്. അപ്രോപ്രിയേറ്റ് സിറ്റുവേഷൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഫോർ effective counseling were sought out during the course transaction between the counsel and counselee. എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല കൗൺസിലിങ്ങിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക. എന്തിന്? നല്ല എഫക്റ്റീവായിട്ടുള്ള കൗൺസിലിംഗ് നടക്കാൻ വേണ്ടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക. 4 സ്റ്റെപ്പായിട്ടോ. ഇനി 5ാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറയാൻ പോകണം. 5ാമത്തെ സ്റ്റെപ്പിലുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദ ക്ലയൻറ്റിന് എന്ത് ചെയ്യണം? ഇൻ്റർവ്യൂ നടത്തണം. എന്നിട്ട് നന്നാക്കി സ്റ്റിമുലേറ്റിങ്. എന്താ സ്റ്റിമുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഷാറാക്കി എടുക്കണം. എന്ത് ചെയ്യണം? സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഡ്യൂരിങ് ദി കോഴ്സ് ഓഫ് ട്രാൻസാക്ഷൻ ദ ക്ലയൻറ്റ് ഇൻസ്പയർഡ് ആൻഡ് മോട്ടിവേറ്റഡ് ബൈ ദി കൗൺസിൽ. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ ക്ലയൻറ്റിനെ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഉഷാറാണെന്നൊക്കെ പറഞ്ഞ് അടിപൊളിയാക്കി കൊണ്ടുകൊണ്ടിരിക്കണം. Develop his own resource and assume its responsibility for trying new modes of adjustment. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ജീവിതത്തിലൊരു മാറ്റങ്ങളൊക്കെ കൊണ്ടുവരൽ ക്ലയൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധോദയം ക്ലയൻറ്റ് ഉണ്ടാക്കി കൊടുക്കണം. ഓരോ പ്രാവശ്യം കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്തും ഉഷാറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് എന്നുള്ള മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകണം. ഓക്കെ. ഇനി ലാസ്റ്റ് വൺ, പോസ്റ്റ് കോണ്ടാക്റ്റ്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ദ പ്രോപ്പർ ഹാൻഡിലിംഗ് ഓഫ് റിലേറ്റഡ് പ്രോബ്ലംസ് വിച്ച് മേ കോൺട്രിബ്യൂട്ട് ടു അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്ത്? പ്രോപ്പർ ഹാൻഡിലിംഗ് ഓഫ് എനി റിലേറ്റഡ് പ്രോബ്ലംസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൻ്റെ അപ്പുറത്തേക്ക്, കുറച്ച് അപ്പുറത്തേക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മോട് പ്രോബ്ലം പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഏതിൻ്റെ സ്റ്റെപ്പുകൾ, നമ്മുടെ എക്ലക്റ്റിക് കൗൺസിലിങ്ങിൻ്റെ സ്റ്റെപ്പുകളായിട്ട് വരുന്നത്. ഓക്കെ. ഇനി എക്ലക്റ്റിക് കൗൺസിലിങ്ങിൻ്റെ പിന്നെ അപ്പോൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോയതിന് മുമ്പ് ആദ്യം നമ്മളൊരു പ്രോബ്ലം ഡയഗ്നോസ്. ഇപ്പോൾ എക്ലക്റ്റിക് കൗൺസിലിംഗ് സ്റ്റെപ്പുകൾ എന്തെല്ലാം? 1, നമ്മൾ കാരണം എന്തൊക്കെ ഡയഗ്നോസിസ് കണ്ടെത്തുന്നു. 2, ആ ഡയഗ്നോസിസ് കിട്ടിയാൽ ആ പ്രോബ്ലത്തിനെ നമ്മൾ വിശകലനം ചെയ്യുന്നു. വിശകലനം ചെയ്ത പ്രോബ്ലം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കുന്നു. അതേപോലെ നല്ല കൗൺസിലിങ്ങിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ളൊരു കണ്ടീഷൻസും കാര്യങ്ങളും ഉണ്ടാക്കുന്നു. ആ കണ്ടീഷൻസ് ഉണ്ടാക്കി കൗൺസിലിംഗ് നടന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയം 5ാമത്തെ പോയിൻ്റ് കൗൺസിലിങ്ങും ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൗൺസിലിംഗ് നടന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ക്ലയൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉഷാറാക്കി എടുക്കുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു. 6ാമത്തെ പോയിൻ്റാക്കി പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? ക്ലയൻറ്റിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ കൂടി എന്ത് ചെയ്യുന്നു? കൈകാര്യം ചെയ്യുന്നു, നോക്കുന്നു, ശ്രദ്ധിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് കുറച്ചെല്ലാം പറയാം, ഡിസഡ്വാൻറ്റേജും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. 1ാമത്തെ പോയിൻ്റ് അഡ്വാൻറ്റേജ് എന്താണ്? എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഈ സംഭവത്തിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. 1ാമത്തത്, ഇറ്റ് പ്ലേസസ് ലെസ് സ്ട്രെസ് ഓൺ ബോത്ത് കൗൺസിലർ ആൻഡ് കൗൺസിലർക്കും കൗൺസിലിക്കും കുറച്ച് സ്ട്രെസ്സേ ഉള്ളൂ. 2, ഇറ്റ് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ. കുറച്ചും കൂടി എളുപ്പമുള്ള സംഭവമാണല്ലോ, ഫ്ലെക്സിബിളാണ്. ഇറ്റ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ദ ക്ലയൻറ്റ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ആൻ എക്സ്പീരിയൻസ്ഡ് ആൻഡ് മെച്യൂർഡ് കൗൺസിലർ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സെൽഫ് ഡെവലപ്മെൻറ്റ് നമുക്ക് നൽകുന്നുണ്ട്. ഓക്കെ. എല്ലാവർക്കും ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്, കൗൺസിലർ മാത്രമല്ല. ഇറ്റ് എൻഷുർ സൈക്കോളജിക്കൽ സെക്യൂരിറ്റി ആൻഡ് ഓട്ടോണമി ഓഫ് ദ കൗൺസിൽ ആൻഡ് ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. അപ്പോൾ ഇറ്റ് എൻഷുർസ് ഇത് ഉറപ്പ് വരുത്തുന്നത് സൈക്കോളജിക്കൽ സെക്യൂരിറ്റി, മാനസികമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഉറപ്പ് വരുത്തുന്നു, ഓട്ടോണമി ഉറപ്പ് വരുത്തുന്നു അല്ലേ? സ്വന്തമായിട്ടുള്ളൊരു ഫീലിംഗ് ആർക്ക്?
കൗൺസിലിക്ക് ഞാൻ സ്വന്തമായിട്ട് പല തീരുമാനങ്ങളും എടുത്തു എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ എക്ലക്റ്റിക് കൗൺസിലിങ്ങിന് കൂടുതൽ സാധ്യമാണ്. പിന്നെ all the good elements of directive and non-directive counseling are synthesized. all the good element, എല്ലാ നല്ല എലമെൻസും ഏതുമായി ബന്ധപ്പെട്ട ഡയറക്റ്റീവ് കൗൺസിലിങ്ങിൻ്റെയും നോൺ ഡയറക്റ്റീവ് കൗൺസിലിങ്ങിൻ്റെ എല്ലാവിധ എലമെൻസും എന്ത് ചെയ്തിട്ടുണ്ട്, എക്ലക്റ്റിക് കൗൺസിലിങ്ങിനുണ്ട്. പിന്നെ ഇറ്റ് എൻഷേഴ്സ് കൗൺസിലിംഗ് ഒബ്ജക്റ്റിവിറ്റി വിത്തൗട്ട് കോംപ്രമൈസിങ് ഓട്ടോണമി ഓഫ് ദ എൻഷർ ദി ഒബ്ജക്റ്റിവിറ്റി. ഈ ഒബ്ജക്റ്റിവിറ്റി പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് ഒബ്ജക്റ്റിവിറ്റി വിത്തൗട്ട് കോംപ്രമൈസിങ് ഓട്ടോണമി ഓഫ് ദ ക്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് ക്ലൈൻറ്റിൻ്റെ ഓട്ടോണമി, അധികാരങ്ങളെ ഒന്നും നമ്മൾ നശിപ്പിക്കാതെ തന്നെ അവരെ കൊണ്ട് തന്നെ തീരുമാനം എടുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പിന്നെ എക്ലക്റ്റിക് കൗൺസിലിംഗ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഹാസ് ഹൈ പ്രാക്ടിക്കൽ വാല്യൂ മെത്തഡോളജി ഓഫ് കൗൺസിലിംഗ്. ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ വാല്യൂ ഉള്ള ഒരു സംഭവം കൂടിയാണ് ഇതിലെന്ത് ഈ പിന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. ഇത് എക്ലക്റ്റിക് കൗൺസിലിങ്ങിനാണ് ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ വാല്യൂ ഉള്ളത്. ദെൻ ഇൻ ഗ്രൂപ്പ് കൗൺസിലിംഗ് സിറ്റുവേഷൻ ഇറ്റ് കനോട്ട് ബി ഈസിലി അഡ്ജസ്റ്റഡ് വിത്ത് ദി റിക്വയർമെൻറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ ക്ലൈൻറ്റ് എന്ന് പറയുന്നൊരു പോയിൻ്റ് കൂടി നമ്മളിതിൽ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താ നെക്സ്റ്റ് നോക്കേണ്ടത്? ഇതിന് ഡിസ്അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് വാഗ്യൂ, ഓപ്പർച്യൂണിസ്റ്റ് ആൻഡ് സൂപ്പർഫിഷ്യൽ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം പറയണ്ടേ അല്ലേ? അപ്പോൾ അതൊരു ബ്ലറായിട്ടുള്ളൊരു ആശയമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവസരവാദമാണ് എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. നമ്മൾ അവർക്കും ഇവർക്ക് അവസരം കൊടുക്കുന്നുണ്ട് എന്നുള്ള വാദങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും അങ്ങനെയുള്ള എഫക്റ്റ് ഉണ്ടാവുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇത് ചോദിക്കുന്നത് കേട്ടോ. ഫിലോസഫിക്കലി ഡയറക്റ്റീവ് നോൺ ഡയറക്റ്റീവ് കനോട്ട് ബി മേർജ്ഡ് ടുഗദർ. രണ്ടാമത്തെ പറഞ്ഞത് അല്ലെങ്കിൽ തത്വപരമായി നോക്കുകയാണെങ്കിൽ ഡയറക്റ്റീവ് നോൺ ഡയറക്റ്റീവ് അല്ലെങ്കിൽ മിക്സ് ആക്കാൻ പറ്റുമോ? പറ്റൂല. മനസ്സിലായോ? ഓരോ വാദം പറയാണ്. അതേപോലെ നോ ക്രൈറ്റീരിയ അവൈലബിൾ ആസ് ഹൗ മച്ച് ഫ്രീഡം ഷുഡ് ബി ഗിവൺ ടു ദ ക്ലൈൻറ്റ്. ക്ലൈൻറ്റിന് എത്രത്തോളം ഫ്രീഡം കൊടുക്കണം എന്നുള്ള ക്രൈറ്റീരിയ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഇത് ശരിയാവില്ല. 4, ലാക്ക് ഓഫ് സ്കിൽ ഓഫ് കൗൺസിലർ ക്യാൻ ഡു മോർ ഹാം ദാൻ ഗുഡ്. അപ്പോൾ അഥവാ കൗൺസിലറെ കുറിച്ച് സ്കില്ല് കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലയൻറ്റിന് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് അടുത്ത ഒരു ഏരിയ ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് എക്ലക്റ്റിക് കൗൺസിലിംഗ് സ്റ്റെപ്സ് പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചോളൂ. റെഡി? ലൈക്ക് ചെയ്തോളൂ. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ എന്തായാലും ചെയ്യുമല്ലോ അല്ലേ? ഗുഡ്, താങ്ക് യു. It is me, Shafi Kalathingel, signing off. Bye-bye.